ഓവർ ഹെഡ്സ് എന്താണ് എന്നുള്ളത്. ഓവർ ഹെഡ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എല്ലാ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്, ലേബർ ആൻഡ് എക്സ്പെൻസസ്, അതിനെ പറയുന്ന പേരാണ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. ഓവർ ഹെഡ്സിനകത്ത് നമ്മൾക്ക് ഓവർ ഹെഡ്സിനെ സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ പറയുന്നതാണ് പ്രൈം കോസ്റ്റിൻ്റെ ഓവർ ആൻഡ് എബോ എല്ലാത്തിനെയും തന്നെ നമ്മൾ ഓവർ ഹെഡ്സ് എന്നാണ് പറയുക. അതുകൊണ്ട് അതിന് കോമൺ കോസ്റ്റ് എന്ന് പറയും, സപ്ലിമെൻ്ററി കോസ്റ്റ് എന്ന് പറയും, ഓൺ കോസ്റ്റ് എന്ന് പറയും, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയും, ബേർഡൻ കോസ്റ്റ് എന്ന് പറയും. ഇതെല്ലാം ഓവർ ഹെഡ്സിനെ പറയുന്ന പേരുകളാണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഓവർ ഹെഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ വൈസായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മോഡ്യൂളിലും എല്ലാത്തിലും നമ്മൾ ഓവർ ഹെഡ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷൻ വൈസ് ആണെങ്കിൽ മാനുഫാക്ചറിങ് ഓർ പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഇനി ബിഹേവിയർ വൈസ്, സ്വഭാവം അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 3 തരത്തിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫിക്സഡ് ഓവർ ഹെഡും, വേരിയബിൾ ഓവർ ഹെഡും, സെമി ഫിക്സഡ് ഓവർ ഹെഡ്സും എന്ന് പറഞ്ഞിട്ട്. ഇനി എലിമെൻറ്റ് വൈസ് ആയിട്ടുള്ളതാണെങ്കിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഈ ഓവർ ഹെഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെ ഒട്ട് നമ്മൾക്ക് ആരുടെയൊക്കെ കൂടെയാണ് ഇതിനെ ചേർത്തിട്ട് നമ്മൾക്ക് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അതാത് ടീമിൻ്റെ കൂടെ തന്നെ ആയിരിക്കണം ഇതിന് ചേർത്തത്. അതല്ലാതെ എന്താണ് ഇപ്പം ചക്കയ്ക്ക് ചിലവ് വരുന്നത് മാങ്ങയുടെ കൂടെ കൂട്ടാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ആ എക്സ്പെൻസസ് അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ചേർത്തേണ്ടത്. അതേപോലെ അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ്സ് ടു കോസ്റ്റ് സെൻറ്റേഴ്സ്, അത് നമ്മൾക്ക് പൊതുവേ ഒരു കറക്റ്റായിട്ട് തന്നെയായിരിക്കണം അത് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കുറച്ച് യുക്തിപൂർവ്വം തന്നെയായിരിക്കണം അത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻസ് ഓഫ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതാണ് നമ്മൾ പറയുന്ന അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ്സ് ടു കോസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽ അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ് എക്സ്പെൻസസ് എന്താ വെച്ചാൽ ഏതിൻ്റെയാണ് ഇപ്പോൾ നമ്മൾ കോസ്റ്റ് സെൻറ്റേഴ്സിൻ്റെ വെച്ചിട്ട് നമ്മൾക്ക് അതിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. അതിൽ എന്താണ് നമ്മൾ പറഞ്ഞ അലോക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ്സ് വിത്ത് കോസ്റ്റ് സെൻറ്റേഴ്സ്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഏതിൻ്റെ ആണോ വെക്കുന്നത് അതിനനുസരിച്ച് തന്നെയായിരിക്കും നമ്മളിതിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ചിലവ് വരുന്നത് എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കും നമ്മൾ അതിൻ്റെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെ കൂടെ അതിൽ ഇൻവോൾവ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ് എക്സ്പെൻസസ്. അപ്പോർഷൻമെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. കോസ്റ്റ് apportionment is the allotment of proportions of cost to cost centers or cost unit. അപ്പോർഷൻമെൻറ്റ് അലോട്ട്മെൻറ്റ് ഓഫ് പ്രപ്പോർഷൻസ്, അതിനനുസരിച്ച് പ്രപ്പോർഷൻ ചെയ്ത് വീതിച്ച് കൊടുക്കുന്നത് എങ്ങനെ ഓഫ് കോസ്റ്റ് ടു കോസ്റ്റ് സെൻറ്റേഴ്സ് ഓർ കോസ്റ്റ് യൂണിറ്റ്സ്. കോസ്റ്റ് സെൻറ്റേഴ്സും കോസ്റ്റ് യൂണിറ്റ്സിലേക്കും നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മളതിനെ അലോട്ട് ചെയ്ത് പ്രപ്പോർഷൻ അനുസരിച്ച് നമ്മൾ അലോട്ട് ചെയ്യണം. അതിൻ്റെ തുകയ്ക്കനുസരിച്ച് നമ്മൾ അതിൻ്റെ എത്രയാണോ ശതമാനത്തിനനുസരിച്ച് വേണം നമ്മൾ അങ്ങനെ അതിനെയാണ് പ്രപ്പോർഷൻസ് എന്ന് പറയുക. പ്രപ്പോർഷൻ അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിനെ നമ്മൾ വീതിച്ച് കൊടുക്കാനെന്ന് പറയുന്നത്. ഇപ്പോൾ 2-3 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആണെങ്കിൽ ഓരോന്നിനും എത്രയാണ് ചിലവ് വന്നിട്ടുള്ളത് അതിന് ഇവരെ എങ്ങനെയാണോ നമ്മൾക്ക് വീതിച്ച് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് നോക്കണം. ചില സർവീസ് സെക്ടറിൻ്റെ കേസസിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ടും ഒന്നിലേക്ക് തന്നെ നമ്മൾ ചിലപ്പോൾ പ്രപ്പോർഷൻ ചെയ്ത് കൊടുക്കും. ചില സാഹചര്യങ്ങളിലാണ് അങ്ങനെ വരുന്നത്. അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ചിലവ് അതിന് തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുക. മനസ്സിലായില്ലേ? ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ എന്താണ് ഒരു കാർ എടുത്തിട്ട് ഇപ്പോൾ ഒരു ഇവിടത്തേക്ക് പോയി എന്ന് വിചാരിക്കുക, ഒരു സാധനം വാങ്ങാൻ പോയി എന്ന് വിചാരിക്കാം. അപ്പോൾ സാധനം വാങ്ങാൻ പോയി തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ ഒരാളെ കണ്ടു, അയാളെ ഒന്ന് നമ്മൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവ് അയാളുടെ ചിലവിലായിരിക്കും അത് മുഴുവൻ എഴുതേണ്ടത് അല്ലല്ലോ. നമ്മൾക്ക് എന്താണോ നമ്മളുടെ ഇത് അവിടെ പോയി വരുന്ന അതിൻ്റെതിലല്ലേ എഴുതേണ്ടത്. ആ സാധനം വാങ്ങാൻ പോയിൻ്റെയിലല്ലേ ചിലവ് എഴുതേണ്ടത്. അപ്പോൾ അതായിരിക്കണം നമ്മൾ അങ്ങനെ നോക്കി വേണം നമ്മൾ അവിടെ ചെയ്യാൻ. ഇനി വീതിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 4 കടയ്ക്ക് പോയിട്ട് 4 സാധനങ്ങൾ വാങ്ങാൻ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഒരേ ലൈനിൽ തന്നെയാണ് പോയത്. അങ്ങനെയാണെങ്കിൽ അടുത്ത് പോയവിടേക്ക് ഏറ്റവും കൂടുതലോ അല്ലെങ്കിൽ മുഴുവനോ അവർക്ക് എഴുതാൻ പറ്റില്ല. 4 എണ്ണത്തിൻ്റെയും നമ്മൾ തുകയ്ക്കനുസരിച്ച് നമ്മൾ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജും കൂടിയിട്ട് നമ്മൾ നോക്കണം. അങ്ങനെയാണ് നമ്മൾ അപ്പോർഷൻ ചെയ്യേണ്ടത്. ഇനി
3 തരത്തിലുള്ള അപ്പോർഷൻമെൻറ്റ് ഉണ്ട്. ഒന്ന് വന്നിട്ട് ഡയറക്റ്റ് അലോക്കേഷൻസ് എന്ന് പറയുന്നത്, അലോക്കേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ഡയറക്റ്റ് അലോക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി അപ്പോർഷൻമെൻറ്റ് നമ്മൾ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. എങ്ങനെയാണ് അപ്പോർഷൻമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് നമ്മൾക്ക് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻസ് മെത്തേഡ്സ്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻസ് മെത്തേഡിലാണ് നമ്മൾക്ക് ഇനി എങ്ങനെയൊക്കെയാണ് അലോക്കേഷൻ ചെയ്യേണ്ടത്, പ്രൈമറി ആയിട്ട് നമ്മൾക്ക് എങ്ങനെയൊക്കെയാണ് അലോക്കേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ പറയുന്നതാണ് ഈ ഡയറക്റ്റ് അലോക്കേഷൻ എന്നും പറഞ്ഞത്. ആ ഡയറക്റ്റ് അലോക്കേഷനിൽ വരുന്നത് ഫസ്റ്റ് ഡയറക്റ്റ് ലേബർ ഓർ മെഷീൻ അവേഴ്സ്. ലേബേഴ്സ് എല്ലാം തന്നെ മെഷീൻ അവേഴ്സിൻ്റെ കയ്യിലാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്. വാല്യൂ ഓഫ് മെറ്റീരിയൽ പാസിംഗ് ത്രൂ കോസ്റ്റ് സെൻറ്റേഴ്സ്, അത് എങ്ങനെയാണ് നമുക്ക് വരിക, മെറ്റീരിയൽസ് എല്ലാം തന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്സ്പെൻസസിൻ്റെ ഇതിലേക്ക് വരും. പിന്നെ ഡയറക്റ്റ് വേജസ് എല്ലാം തന്നെ നമ്മൾക്ക് എങ്ങനെയായിരിക്കും വരിക, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യുന്നത് ഇതിലേക്കായിരിക്കും, പ്രൊവിഡൻറ്റ് ഫണ്ട്, വർക്ക്മാൻസ് കോമ്പൻസേഷൻ എല്ലാം തന്നെ വേജസിൻ്റെ അതിലേക്കായിരിക്കും നമുക്ക് കൊടുക്കുക. ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പോർഷൻ ചെയ്ത് നമുക്ക് എടുക്കുന്നു. അടുത്തത് റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ഇൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് തന്നെ വന്നാലും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും കൂടിയിട്ടുണ്ടാവും ആണല്ലോ. അതിനെ എങ്ങനെയാണ് നമുക്ക് അപ്പോർഷൻ ചെയ്യുക? അപ്പോൾ അത് എന്ത് തന്നെ വന്നാലും ഡയറക്റ്റ് അപ്പോർഷൻമെൻ്റ് അല്ല, റീ അപ്പോർഷൻമെൻ്റ് ആണ് നമുക്കവിടെ നടക്കുന്നത്. അപ്പോൾ ടൈമും അതേപോലെ തന്നെ നമുക്ക് പേറോളും പർച്ചേസും എല്ലാം തന്നെ നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇലക്ട്രിസിറ്റിൻ്റെയൊക്കെ നമുക്ക് യൂണിറ്റും വാട്ട്സും ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും, ആ സർവീസസും കൂടെ നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രൊഡക്ഷൻ്റെയിൽ അപ്പോർഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻസ് മെത്തേഡ്സ്, അപ്പോൾ അതിനെ പറയുന്ന അങ്ങനെ നമ്മൾ കൊടുക്കുന്നതിനാണ് നമ്മൾ സർവീസ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. ദിസ് പ്രോസസ് ഓഫ് റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ് എക്സ്പെൻസസ് ഈസ് നോൺ ആസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഏത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ആർ ടു ബി റീ അപ്പോർഷൻഡ് to the production department or the cost center where production is going on. പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് സർവീസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് നമുക്ക് ഇതേപോലെ നമുക്ക് സർവീസ് ഡിസ്ട്രിബ്യൂഷൻസ് ആയ റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇനി അടുത്തത് ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്സ്. ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ പ്രൊഡക്ഷൻ ചെയ്യുന്നത് അതിന് ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ളതിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുക്കുന്നു, ഡയറക്റ്റായിട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഇറ്റ് ഈസ് സ്റ്റെപ്പ് ഡിസ്ട്രിബ്യൂഷൻ. സ്റ്റെപ്പ് ഡിസ്ട്രിബ്യൂഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാത് സംഭവങ്ങൾ അവർ ബാക്കിയുള്ള ഏതൊക്കെ പ്രൊഡക്ഷനിലേക്കാണോ വരുന്നത് അതിലേക്ക് താഴത്തേക്ക് അവരവിടെ ചെയ്യുന്നു. അതായത് നമുക്ക് 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ആദ്യത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് വന്നിട്ടുള്ള കോസ്റ്റിനെ അവരെന്ത് ചെയ്യുന്നു, ആ ബാക്കിയുള്ള 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അത് തന്നെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നു. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തേത് അതോടുകൂടെ കഴിഞ്ഞു, പിന്നെ അതിൽ നോക്കില്ല. രണ്ടാമത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിന് താഴെയുള്ള ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നു. മൂന്നാമത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിന് താഴെയുള്ള 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതുവരെയുള്ള കോസ്റ്റ് എല്ലാം തന്നെ അക്യുമുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ കോസ്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഒന്നുകൂടെ നോക്കുക, 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടെന്ന് വിചാരിക്കുക. അതിലാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബാക്കിയുള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അപ്പോർഷൻമെൻറ്റ് ഓൺ ദ ബേസ് ഓഫ് റേഷ്യോ നമ്മളിപ്പോൾ അലോക്കേറ്റ് ചെയ്തിരുന്നത് ഇത്ര ശതമാനം പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. അതിനനുസരിച്ച് താഴത്തേക്ക് അവർ തന്നെ എന്ത് ചെയ്യും, അപ്പോർഷൻ ചെയ്തു കൊടുക്കും. സാധാരണഗതിയിൽ അത് ഓരോന്നാവാതെ താഴത്തേക്ക് തന്നെ ചെയ്യും. അതിനാണ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളതിനെ എല്ലാത്തിനെയും തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തടുത്തതും അതേപോലെ തന്നെ സ്റ്റെപ്പ് താഴത്തേക്ക് അതിൻ്റെ തൊട്ടടുത്തോട്ട് പോകുന്നത് വേറെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് അതോടുകൂടിയിട്ട് അപ്പോർഷൻ ചെയ്തിട്ട് അവർ അതോടുകൂടെ കഴിഞ്ഞു. അങ്ങനെ ലാസ്റ്റ് നമുക്ക് ടോട്ടൽ എത്ര കോസ്റ്റ് വരുന്നു എന്ന് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞാണ് സ്റ്റെപ്പ് ഡിസ്ട്രിബ്യൂഷൻ. ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഡയറക്റ്റായിട്ട് നമുക്ക് ഇത്രയാണ്, ഇത്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നു. ഇത്ര ശതമാനം വെച്ച് നമുക്ക് എക്സ്പെൻസസ് ഉണ്ട് എന്ന് നമ്മൾ എഴുതുന്ന ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റെപ്പ് ഡിസ്ട്രിബ്യൂഷന് ശേഷം ദെൻ നെക്സ്റ്റ് റെസിപ്രോക്കൽ സർവീസ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ സർവീസ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ
സ്റ്റെപ്പ് മെത്തേഡ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർവീസസിൻ്റെ അത് സർവീസസിൻ്റെ കോസ്റ്റ് വന്നിട്ട് അവർ അതിൻ്റെ അടുത്ത രണ്ട് സർവീസ് സെക്ടറും രണ്ട് പ്രൊഡക്ഷൻ സെക്ടേഴ്സോ അടുത്ത സർവീസ് സെക്ടേഴ്സും പ്രൊഡക്ഷൻ സെക്ടറിലേക്കും അവരെന്ത് ചെയ്യുന്നു അപ്പം തന്നെ അപ്പോർഷൻ ചെയ്ത് ആ കോസ്റ്റിന് അവർ ക്ലോസ് ചെയ്യുന്ന ആ പ്രോസസ്സിൽ കുറച്ച് ലിമിറ്റേഷൻസ് കണ്ടത് കാരണം ഇവരെന്ത് ചെയ്യുന്നു, പുതിയ ഒരു മെത്തേഡ്സ് കൂടെ കണ്ടുപിടിച്ചു. അതാണ് റെസിപ്രോക്കൽ സർവീസ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ സർവീസ് മെത്തേഡ്സിൽ എന്താണെന്ന് വെച്ചാൽ, ഇഫ് 2 ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് സർവീസ് ടു ഈച്ച് അതർ, ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് should be charged for the cost of service rendered by the others. There are 3 methods available for dealing with the inter-service departmental transfers. അതായത് this method recognizes the fact that if a given department receives service from another department, the department receiving such service should be charged. ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സർവീസസ് വാങ്ങിയിട്ടുണ്ടോ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർജസ് മുഴുവനായിട്ടും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ തന്നെ വഹിക്കണം. മറ്റേത് അങ്ങനെയല്ലായിരുന്നു. സ്റ്റെപ്പ് ഡീവിയേഷനിൽ അങ്ങനെയല്ല. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളതിലേക്ക് എല്ലാത്തിലും എന്ത് ചെയ്യുന്നു, കോസ്റ്റ് അപ്പോർഷൻ ചെയ്തിട്ട് അതോടുകൂടി അത് ക്ലോസ് ചെയ്യുന്നുണ്ട്. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ കോസ്റ്റ് ഇത് അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് അടുത്ത ഇതിലോട്ട് വരുന്നത്. ടോട്ടൽ കോസ്റ്റ് എന്നുള്ളത് സെപ്പറേറ്റ് കോസ്റ്റ് ഇതാക്കുന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ കോസ്റ്റ് വന്നോ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് മുഴുവനായിട്ടും എന്ത് ചെയ്യുന്നു, അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ വഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അവർ 3 ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ഒരു ഇക്വേഷൻ മെത്തേഡ്സ് അവരുണ്ടാക്കി. ഒന്ന് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡും റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡും ട്രയൽ ആൻഡ് എറർ മെത്തേഡ്സും. അപ്പോൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ട്രൂ കോസ്റ്റ് ഓഫ് ദ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആർ അസർട്ടൈൻ first with the help of simultaneous equations. These are then redistributed to production department on the basis of given percentage. Given percentageനനുസരിച്ചിട്ട് ഇതിനെന്ത് ചെയ്യുന്നു, ആദ്യം നമുക്ക് ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രൂ കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈമൾട്ടേനിയസ് ഇക്വേഷൻ പ്രകാരം ഇവരെന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ഇക്വേഷൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ പറയുക. ആദ്യം നമ്മൾ ട്രൂ കോസ്റ്റ് കാണുക, കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ വീതിച്ച് കൊടുക്കുന്നു. ഇത്ര പെർസെൻറ്റേജിനനുസരിച്ച് നമ്മൾ വീതിച്ചു കൊടുക്കുന്നു. XY ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എക്സ് ടോട്ടൽ ഓവർ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റും Y അനദർ ഡിപ്പാർട്ട്മെൻറ്റും അങ്ങനെയെന്ന് പറഞ്ഞിട്ടുള്ള XY ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ഈ സംഭവത്തിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Then next, repeated distribution method. Repeated distribution methods എന്താണെന്ന് വെച്ചാൽ, the total are shown in the departmental distribution summary are put out in a line and then the service department totals are exhausted in turn repeatedly according to the agreed percentage until the figure become too small to matter. അതായത് നമ്മൾക്കിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ സമ്മറി നമ്മൾ ഡയറക്റ്റായിട്ട് എഴുതുമ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആ ടോട്ടൽസ് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇന്ന് റിപ്പീറ്റ് ചെയ്തതിനെ കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നു, എഗ്രീഡ് പേഴ്സൻറ്റേജ് വെച്ചിട്ട് ഇതിനെ ക്യാൻസൽ ചെയ്ത് പോകുന്നു. ഇത്ര ശതമാനം വെച്ച് ക്യാൻസൽ ചെയ്യുക. അത് 0 ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പീറ്റഡ് ഫിഗേഴ്സിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആവറേജ് ഫിഗർ വെച്ചിട്ട് നമ്മളിതിനെ ക്യാൻസൽ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇതിനകത്ത് വരുന്നതാണ്, നെക്സ്റ്റ് വരുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറഞ്ഞത്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ദ കോസ്റ്റ് ഓഫ് വൺ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് അപ്പോർഷൻ ടു അനദർ സെൻറ്റർ. ഒരു കോസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കോസ്റ്റിനെ നമ്മൾ അനദർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കൂടിയിട്ട് കോസ്റ്റ് ഒന്ന് അപ്പോർഷൻ ചെയ്ത് കോസ്റ്റ് കൊടുക്കുക. ദ കോസ്റ്റ് ഓഫ് അനദർ സെൻറ്റർ പ്ലസ് ദ ഷെയർ റിസീവ്ഡ് ഫ്രം ദ ഫസ്റ്റ് സെൻറ്റർ ഈസ് എഗെയിൻ അപ്പോർഷൻ ടു ഫസ്റ്റ് കോസ്റ്റ് സെൻറ്റർ ആൻഡ് ദിസ് പ്രോസസ് ഈസ് റിപ്പീറ്റഡ് ടിൽ ദ ബാലൻസ് ബിക്കം നെഗ്ലിജിബിൾ. ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് അവസാനം ഈ സർവീസ് സെക്ടറിൻ്റെ ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫിഗർ 0 ആവുന്നത് വരെ നമ്മൾ ഇതിനെ അപ്പോർഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ് എങ്ങനെ അപ്പോർഷൻ ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് നമ്മളിപ്പോൾ ചെയ്യുന്നത് മാനുഫാക്ചറിങ് ഓവർ ഹെഡ്സിൻ്റെ നോക്കാം. അതിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ് ഉണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എക്സ്പെൻസസ് ബഡ്ജറ്റഡ് ഡിവൈഡഡ് ബൈ ആൻറ്റിസിപ്പേറ്റഡ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഓവർ ഹെഡ് റേറ്റ് ഈക്വൽസ് production overhead expenses divided by anticipated
ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഇതെല്ലാം ഇനി ഫോർമുലാസാണ് ഇനി പറയാൻ പോകുന്നത്. ഫോർമുലാസ് മാത്രം പഠിച്ചാൽ മതി. ഇനി ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഓർ ഡയറക്റ്റ് വേജ് മെത്തേഡ് സിസ്റ്റം. അപ്പോൾ ഓവർ ഹെഡ് റേറ്റ് ഈക്വൽസ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എക്സ്പെൻസസ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. എല്ലാത്തിൻ്റെയും ഏതാണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിൻ്റെ താഴെ ഡയറക്റ്റ് ആ മെത്തേഡ്സ് പറഞ്ഞാൽ മതി. ഇപ്പോൾ ആദ്യത്തേൽ നമ്മൾ എന്ത് പറഞ്ഞു? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റാണ്. ഇപ്പോൾ ഡയറക്റ്റ് ലേബർ, ഇതിപ്പോൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റാണ്. അടുത്തത് പ്രൈം കോസ്റ്റ് മെത്തേഡ്. അപ്പോൾ പ്രൊഡക്ഷൻ ബഡ്ജറ്റഡ് ഓവർ ഹെഡ് എക്സ്പെൻസസ് ഡിവൈഡ് ബൈ ആൻറ്റിസിപ്പേറ്റഡ് ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഡയറക്റ്റ് കോസ്റ്റ് മെത്തേഡ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റാണ്. ദെൻ ഡയറക്റ്റ് ലേബർ ഓർ പ്രൊഡക്ഷൻ ഓർ അവർ മെത്തേഡ്സ്. അവർ മെത്തേഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഓവർ ഹെഡ് റേറ്റ് ഈക്വൽസ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് ലേബർ അവേഴ്സ്. നെക്സ്റ്റ് മെഷീൻ അവർ റേറ്റ്. മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മെഷീൻ അവർ റേറ്റ് ഈക്വൽസ് എമൗണ്ട് ഓഫ് ഓവർ ഹെഡ് ഡിവൈഡ് ബൈ മെഷീൻ അവേഴ്സ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ്. ഇതെല്ലാ ഫോർമുലാസും നോക്കിയിട്ട് ഫോർമുല ഇതിലെ എല്ലാത്തിലും അപ്ലൈ ചെയ്യണം. ഇതിലെ പോലെ മെറ്റീരിയൽ നമ്മൾ റീഓർഡറിങ് ലെവലിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, മാക്സിമം റീഓർഡർ ലെവൽ, മിനിമം, അതേപോലെ തന്നെയാണ് ഇതിനകത്തും ചെയ്യുന്നത്. പിന്നെ റേറ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻസ്, അതിൽ ഓവർ ഹെഡ് റേറ്റ് ഈക്വൽസ് ഓവർ ഹെഡ് എക്സ്പെൻസസ് ബഡ്ജറ്റഡ് ഡിവൈഡ് ബൈ ബഡ്ജറ്റഡ് ഫങ്ഷൻ പ്രൊഡക്ഷൻ. ദെൻ ഇത്രയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. Thank you.